ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ ഗോകുലം കേരള FC ഇന്നിറങ്ങും. സ്വന്തം തട്ടകമായ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7 നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു സ്പോർട്ടിംഗ് ക്ലബ്ബാണ് എതിരാളികൾ. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു ഗോൾ മഴ 1, 2, 3, 4 അങ്ങനെ 6 ഗോളുകൾക്കാണ് ഇന്റർകാശിയെ തോൽപ്പിച്ചത്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഗോകുലം FC ഇന്നിറങ്ങുന്നത്. അപ്പോൾ പ്രതീക്ഷയേറെയാണല്ലോ അല്ലേ? ഗുഡ് ഈവനിംഗ് ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിലാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ് ഗോകുലം കേരള FC ഇന്നിറങ്ങുന്നത്. നാംധാരി FCയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോറ്റ് വലിയ രീതിയിൽ മാനസികമായി തകർന്ന നിലയിലായിരുന്നു. പക്ഷേ അതിന് തൊട്ടുപിറകെ നടന്ന മത്സരത്തിലാണ് ഇന്റർകാശിയെ 2-നെതിരെ 6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ലീഗിലേക്ക് അവർ മടങ്ങി വന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള വിജയം സ്വന്തം തട്ടകത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറച്ച പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ആരാധകരും എത്തുന്നത്. നിലവിൽ 10 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 4 ജയവും 4 സമനിലയുമായി 16 പോയിന്റോടുകൂടെ 4ാം സ്ഥാനത്താണ് ഗോകുലം കേരള FC. എതിരാളികളായ സ്പോർട്ടിംഗ് ബംഗളൂരു ആവട്ടെ 12ാം സ്ഥാനത്താണ്. അവർക്ക് 2 ജയം മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ, ഒപ്പം 2 സമനിലയും. അങ്ങനെ 8 പോയിന്റ് മാത്രമാണുള്ളത്. താരതമ്യേന ദുർബലരാണ് എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നു ബംഗളൂരു FCയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഗോകുലം കേരള ഇന്ന് ഇറങ്ങുന്നത്. അതിമനോഹരമായൊരു മത്സരം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഒപ്പം തന്നെ ഗോകുലം കേരള ടീമിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലൻ കൂടി ഇന്നത്തെ മത്സരം കാണാനെത്തും. അദ്ദേഹം കൂടി ടീമിനെ വലിയ രീതിയിലുള്ള ആരാധകൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടി ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ എത്തുന്നു എന്നുള്ളതും ഇന്നത്തെ മത്സരത്തിൻ്റെ സവിശേഷതയാണ്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. രാത്രി 7 മണിക്ക് തന്നെയാണ് കിക്ക് ഓഫ്. വലിയ രീതിയിലുള്ള ഒരു ആരാധകരുടെ ഒഴുക്ക് നമുക്ക് കാണാനാകുന്നുണ്ട് ക്രിസ്റ്റിന. ശരി, സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കാനിറങ്ങുമ്പോൾ പഴയ ഗോൾ മഴയുടെ ഒക്കെ ആത്മവിശ്വാസത്തിലാണ് ഗോകുലം കേരള FC. എന്തായാലും മത്സരഫലം നമ്മളും ഉറ്റുനോക്കുകയാണ്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.